രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് യുവജനങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വലിയ പ്രത്യാഘാതമാണ്. അവർക്ക് തൊഴിലില്ല, അവർക്ക് തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളില്ല. മാത്രമല്ല, തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി സാങ്കേതികവിദ്യ പരിജ്ഞാനം നേടുന്നതിന് വേണ്ടിയുള്ള പരീക്ഷകൾ പോലും അട്ടിമറിക്കപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് BJP RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രക്രിയ കൂടുതൽ രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് പൊറുക്കേണ്ടത് ഈ യുവജനങ്ങളാണ്. ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളെ ദേശവിരുദ്ധർ എന്ന് മുദ്ര കുത്താൻ അവർക്ക് ഒരു മടിയുണ്ടായില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള നിരവധി പതിറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ആരാണ് ഇന്ത്യക്കാർ, ആരാണ് ഇന്ത്യക്കാരല്ലാത്തവർ, വിദേശികൾ എന്നുള്ളതായിരുന്നു. അക്കാലത്തൊക്കെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകൾ ഇന്ത്യക്കാർ എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അത് ജാതി മതത്തിനടിസ്ഥാനമല്ല, മറിച്ച് എവിടെ ജനിച്ചു വളർന്ന ആളുകൾ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകൾ ഇന്ത്യക്കാർ എന്നുള്ളതായിരുന്നു കാലാവസ്ഥ. പലപ്പോഴും ഇന്ത്യക്കകത്തുള്ള പല വിഷയങ്ങളിലും വൈദേശിക ശക്തികളുടെ കൈകടത്തലുണ്ട് എന്ന് അക്കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരുന്നു, അധികാരികൾ പറഞ്ഞിരുന്നു. ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആളുകൾ പലപ്പോഴും ഏത് വിഷയത്തിലും വൈദേശിക ശക്തികളുടെ സ്വാധീനം കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യയിൽ ഇന്ത്യക്കാരനായാൽ മാത്രം പോരാ, നിങ്ങൾ ദേശവിരുദ്ധനോ ദേശഭക്തനോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കണം എന്നുള്ള ഒരു പുതിയ അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യക്കാർ വിദേശികൾ എന്നതിന് പകരം ഇന്ത്യക്കാരിൽ തന്നെ ദേശഭക്തർ ദേശവിരുദ്ധർ എന്ന ഒരു പുതിയ തരത്തിലുള്ള വിഭജനം കൂടി വന്നിട്ടുണ്ട്. ദേശഭക്തരാര് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ ഐഡിയോളജിയെ പിന്താങ്ങുന്ന ആളുകൾ, അതിൻ്റെ സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, ഇവരൊക്കെ തന്നെ ദേശഭക്തരാണ്. ഒരു കള്ളക്കടത്ത് നടത്തിയാൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല, അവർ അമ്പലം കൊള്ളയടിച്ച് കാശുണ്ടാക്കിയാൽ കുഴപ്പമില്ല, അവർ നികുതി വെട്ടിപ്പ് നടത്തിയാൽ പ്രശ്നമില്ല, മറ്റെന്ത് തരം കുഴപ്പമില്ല. പക്ഷേ ദേശഭക്തി എന്ന് പറയുന്നത് അവർക്കുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ വിഭാഗം ആളുകളും ദേശവിരുദ്ധതയുടെ പല തലങ്ങളിലൂടെ വ്യാപരിക്കുന്ന ആളുകളാണ്. പൂർണ്ണ ദേശവിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, അല്പസ്വല്പം ദേശവിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, പല തരത്തിൽ ദേശവിരുദ്ധതയുടെ പോയിസൺ ഉള്ളിൽ ചെന്നിരിക്കുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അത് സത്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു രേഖ ഗോൾവാർക്കർ അന്ന് തയ്യാറാക്കിയിരുന്നു. ആരാണ് ദേശഭക്തരെന്നും ആരാണ് ദേശവിരുദ്ധരെന്നും അദ്ദേഹം പറഞ്ഞതിൽ ദേശവിരുദ്ധരുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകൾ ദേശവിരുദ്ധരായിട്ട് അദ്ദേഹം അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് BJP RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രക്രിയ കൂടുതൽ രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ തലങ്ങളിലേക്ക്, പുതിയ തരത്തിലുള്ള ആളുകളിലേക്ക് ഈ ദേശവിരുദ്ധതയുടെ പോയിസൺ വന്നിട്ടുണ്ട്. ദേശവിരുദ്ധ മുദ്ര ചാർത്തിക്കൊണ്ട് പലരെയും പുറത്താക്കുന്ന പ്രക്രിയ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. സിറ്റിസൺസ് ആക്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു, SIR വഴി കോടിക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ ഇതിൻ്റെയൊക്കെ ഇരകളായിട്ട് എല്ലായ്പ്പോഴും ന്യൂനപക്ഷങ്ങളും ആദിവാസികളും പിന്നോക്കക്കാരും ദളിതരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴുള്ള പുതിയ പ്രവണത ദേശവിരുദ്ധ പട്ടികയിൽ ഇന്ത്യയിലെ യുവജനങ്ങളും പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 1.5 മാസക്കാലം പാർലമെൻറ്റിനടുത്ത് ജന്തർ മന്ദറിൽ യുവജനങ്ങൾ വലിയ സത്യാഗ്രഹം നടത്തി. അവരുടെ സാമ്പത്തിക വിഷയങ്ങളുമായിട്ട്, അവർ തൊഴിൽപരമായിട്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർ സത്യാഗ്രഹം നടത്തിയത്. പക്ഷേ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളെ ദേശവിരുദ്ധർ എന്ന് മുദ്ര കുത്താൻ അവർക്ക് ഒരു മടിയുണ്ടായില്ല. എന്തുകൊണ്ടാണ്? കാരണം സത്യാഗ്രഹം നടത്തിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള ആൾ ദീപ് കെ, അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച ആളാണ്, മറാത്തിയാണ്, ദളിതനാണ്. പക്ഷേ അദ്ദേഹം പഠിക്കുന്നത് ബോസ്റ്റണിലാണ്, ബോസ്റ്റൺ സർവകലാശാലയിൽ. അതുകൊണ്ട് അദ്ദേഹം ദേശവിരുദ്ധൻ എന്ന് മുദ്ര കുത്തി. ഇയാൾ വിദേശത്തുനിന്ന് പണം വാങ്ങിയിട്ടാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഇവർ പ്രചരിപ്പിച്ചത്. പക്ഷെ അതൊന്നും ചിലവായില്ലെന്ന് മാത്രമല്ല, ഇതേ ദീപ്തിയുടെ മുമ്പിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടതായിട്ടും വന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ പ്രവണതകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരകാലത്ത് വിളിച്ച മുദ്രാവാക്യങ്ങളുടെ പേരിൽ, ഈ സമരകാലത്ത് ചില കുട്ടികൾ നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ അവരെ അതിശക്തമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു പ്രവണത. പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, ഞാൻ അവരോട് പൊറുക്കാൻ ആഗ്രഹിക്കുന്നു,
യഥാർത്ഥത്തിൽ ആരാണ് പൊറുക്കേണ്ടത് ഈ യുവജനങ്ങളാണ്. കാരണം ഈ സർക്കാർ അവരുടെ നേരെ നടത്തിയിരിക്കുന്ന അതിഭീകരമായ കടന്നാക്രമണങ്ങൾ, അവരുടെ ന്യായമായ ആവശ്യങ്ങളുടെ എതിരായി കണ്ണടച്ചുകൊണ്ട് പോലീസിനെ വിട്ട്, അവരെ കയറൂര് വിട്ട്, അവരെ പെല്ലറ്റ് ഉപയോഗിച്ചിട്ട്, അവരെ വാട്ടർ കാനൻ ഉപയോഗിച്ച് അതിഭീകരമായിട്ട് അറ്റാക്ക് ചെയ്ത സർക്കാർ, അതിന് മറുപടി പറയുന്നതിന് പകരം, അതിന് മാപ്പ് പറയുന്നതിന് പകരം എൻ്റെ നേരെയും എൻ്റെ അമ്മയുടെ നേരെയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെ പെൺകുട്ടികൾ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വരികയാണ്. അതായത് ഇന്ത്യയിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട്, ഇന്ത്യയിലെ യുവജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ വ്യാജമായിട്ടുള്ള, വളരെ വൈകാരികമായിട്ടുള്ള നോൺ ഇഷ്യൂസിലേക്കാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള അപമാനകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് യുവജനങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വലിയ പ്രത്യാഘാതമാണ്. അവർക്ക് തൊഴിലില്ല, അവർക്ക് തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളില്ല. മാത്രമല്ല, തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി സാങ്കേതികവിദ്യ പരിജ്ഞാനം നേടുന്നതിന് വേണ്ടിയുള്ള പരീക്ഷകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളാണ് ആ വിഷയങ്ങൾ വിഷയം മറച്ചു വെച്ചുകൊണ്ട്, അത്തരം പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി എന്തോ പറഞ്ഞു, ആ പെൺകുട്ടി മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജമായിട്ടുള്ള യുക്തികളിൽ അഭിരമിക്കുന്നു. ആ കുട്ടിയാകട്ടെ തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് എനിക്ക് ചില വിഷയങ്ങളിൽ ചില വാക്കുകൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അക്ഷന്തവ്യമായിട്ടുള്ള മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ തരത്തിൽ യുവജനങ്ങളെ കൂടി രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ എങ്ങോട്ടാണ് ഇവർ നയിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ജനാധിപത്യ സമൂഹത്തെ, ജനാധിപത്യ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ടുള്ള ആൾ, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ടുള്ള ആൾ അമിത്ഷായാണ്. കാരണം അമിത്ഷായുടെ ശിഷ്യനായിട്ടുള്ള, അമിത്ഷായ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അതിക്രമങ്ങൾ മുഴുവൻ നടത്തിയത്. ആ അതിക്രമങ്ങളുടെ ഫലമായിട്ട് ഇപ്പം നരേന്ദ്രമോദിയും വെള്ളത്തിലായിരിക്കുന്നു, അമിത്ഷായും വെള്ളത്തിലായിരിക്കുന്നു. അമിത്ഷാ ആഴ്ചകളോളം പാർലമെൻറ്റിലേക്ക് വരാതെ ഒളിച്ചുകൂടി പോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ശരി, ജനങ്ങളുടെ മുമ്പിലുള്ള യഥാർത്ഥ പ്രശ്നം ഈ രാജ്യത്തിൻ്റെ ഭാവി എന്ത്, ഈ രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവി എന്ത് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നിന്ന് മാറാൻ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ കഴിയുകയില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ.